ഇവിടെ ഒരു മായാജാല കാട്ടിൽ ഒരു പ്രിൻസും പ്രിൻസസും കൂടി ഡേറ്റിങ്ങിന് വരികയാണ്. അപ്പൊ കാടിന്റെ ഉള്ളിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് അവർ ചെന്ന് നോക്കിയാല് അവിടെ ഒരു കുഴിയിൽ ഒരു മായാജാല മൃഗം ട്രാപ്പായിട്ട് കിടക്കുകയാണ്. പക്ഷെ അത് ഇപ്പോഴും വളർന്നിട്ടില്ല, കുട്ടിയാണ്. അപ്പൊ പ്രിൻസസ് അത് വഴിമാറി വന്ന് ഇവിടെ ട്രാപ്പായതായിരിക്കുമെന്ന് പ്രിൻസിനോട് പറയുന്നു. അതിന് പ്രിൻസ് പറഞ്ഞു, ചിലപ്പോ ഇവറ്റകൾ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നതാകുമെന്ന്. ഉടനെ പ്രിൻസസ് അത് കണ്ടുപിടിക്കാൻ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ടൊരു ബുക്ക് എടുത്ത് പ്രിൻസിനെ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ബുക്കിൽ കാണുന്ന കണ്ണാടി മാജിക് കണ്ണാടിയാണ്. അപ്പൊ ഇത് ആ മൃഗത്തിന് നേരെ കാണിച്ചാല് അതിന് എന്തെങ്കിലും ദുഷ്ടചിന്തകൾ ഉണ്ടെങ്കിൽ കണ്ണ് റെഡ് കളറിൽ ജ്വലിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പ്രിൻസസ് തന്നെ മിറർ പോയി എടുത്തിട്ട് വരാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കണ്ണാടിയും എടുത്ത് തിരികെ വന്ന് നോക്കിയാല് പ്രിൻസ് മയങ്ങി തറയിൽ കിടക്കുന്നത് കാണുന്നു. ഉടനെ പ്രിൻസസ് ചെന്നിട്ട് എന്താ കാര്യമെന്ന് തിരക്കിയതും ആ മൃഗം പ്രിൻസിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയെന്ന് പറയുന്നു. ശേഷം എല്ലാ ഭടന്മാരും ചേർന്ന് അതിനെ തിരക്കി കാട്ടിലേക്ക് പോവാണ്. അവസാനം അവരെ മൃഗത്തെ കണ്ടുപിടിച്ച് അമ്പ് ചെയ്യാൻ തുടങ്ങി. കൂടെ മിററിൽ ആ ജീവിയെ നോക്കിയപ്പോ അത് കണ്ണാടി വെച്ച് അമ്പുകൾ തടുക്കാൻ നോക്കുന്നു. പക്ഷെ അമ്പ് കൊണ്ട് കണ്ണാടി അപ്പോ തന്നെ ഉടഞ്ഞു പോവാണ്. ഉടനെ പൊട്ടിയ കണ്ണാടി വഴി പ്രിൻസിന്റെ മുഖം കണ്ടതും അയാളുടെ കണ്ണ് ചുവന്ന് ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മൃഗമല്ല പ്രശ്നം, പ്രിൻസ് ആണ് പ്രശ്നമെന്ന് പ്രിൻസസ് മനസ്സിലാക്കുന്നു. അപ്പോ തന്നെ ആ മൃഗം അവിടെ നിന്ന് ഓടി പോവാണ്.